أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ود كثير من أهل الكتاب لو يردونكم من بعد إيمانكم كفارا حسدا من عند أنفسهم من بعد ما تبين لهم الحق فاعفوا واصفحوا حتى يأتي الله بأمره إن الله على كل شيء قدير. وأقيموا الصلاة وآتوا الزكاة وما تقدموا لأنفسكم من خير تجدوه عند الله إن الله بما تعملون بصير. صدق الله العلي العليم. ആദരണീയരായ സത്യവിശ്വാസിനികളെ, ജഗന്നിയന്താവും പരിപാലകനുമായ കരുണാമയനിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും തഖ്വയോടുകൂടി മുന്നോട്ട് നയിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അർഹമുറാഹിമീനായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവന്റെ സ്നേഹവും അവന്റെ പൊരുത്തവും നേടിയെടുത്ത് ഇഹലോകത്തും പരലോകത്തും വിജയിക്കാൻ കഴിയുന്ന സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മുടെ രാജ്യം 78ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സാഹചര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷങ്ങളെ വിലയിരുത്തിക്കൊണ്ട് സ്വാതന്ത്ര്യം ഒരു മനോഹരമായ പദമല്ല, സ്വാതന്ത്ര്യം എന്നതൊരു അനുഭൂതിയും യാഥാർത്ഥ്യവുമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ലോകത്ത് ഇന്ന് വരെ അള്ളാഹുവിന്റെ അംബിയാ മുർസലീങ്ങൾ കടന്നു വന്ന കാലം മുതൽ ഇനി ലോകാവസാനം വരെ ജീവിക്കാനുള്ള മുസ്ലിം സമുദായം വ്യത്യസ്തമായ ചില പരീക്ഷണങ്ങളെ അനിവാര്യമായും അഭിമുഖീകരിക്കേണ്ടി വരും. പരീക്ഷണങ്ങൾ എന്നതുകൊണ്ട് രോഗാവസ്ഥയെക്കുറിച്ചോ കടബാധ്യതയെക്കുറിച്ചോ മറ്റേതെങ്കിലും ശാരീരികമോ വ്യക്തിപരമായോ ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധിയെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. മറ്റ് വിശ്വാസികൾ, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ കടന്നു വന്ന കാലങ്ങളിൽ പ്രവാചകന്മാരിൽ വിശ്വസിച്ച സമൂഹം മറുഭാഗത്തെ ജാഹിലിയത്ത് എന്ന ഇസ്ലാം ഒരു ഭാഗത്ത് ഉയർന്നു നിൽക്കുമ്പോൾ മറുഭാഗത്തെ ജാഹിലിയത്ത് ഇസ്ലാമിനെതിരെ സ്വീകരിക്കുന്ന ചില നിലപാടുകളുണ്ടാകും. ഇസ്ലാം വിരുദ്ധതയുടെയും നന്മയുടെയും മൂല്യങ്ങളെയും ഊതിക്കെടുത്താനുമുള്ള പരിശ്രമങ്ങളുണ്ടാകും. തെറ്റിദ്ധരിപ്പിക്കലുകളുടെയും അസത്യങ്ങളുടെയും അർദ്ധസത്യങ്ങളുടെയും ഒക്കെ വലിയ വേലിയേറ്റങ്ങളുണ്ടാകും. ഇത് എല്ലാ കാലഘട്ടത്തിലും മുസ്ലിം സമൂഹം അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാമുദായികമായ വെല്ലുവിളി അല്ലെങ്കിൽ സാമൂഹികമായ വെല്ലുവിളി, സാംസ്കാരികമായ വെല്ലുവിളി, രാഷ്ട്രീയമായ വെല്ലുവിളി
ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അഭിമുഖീകരിക്കാതെ ഒരു കാലവും കടന്നുപോയിട്ടില്ല എന്നത് അബൂനാബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ തുടങ്ങി ഇന്നോളമുള്ള മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രം അതിന് സാക്ഷിയാണ്. നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. ലോകത്ത് വന്ന ഓരോ പ്രവാചകന്മാരും അടിസ്ഥാനപരമായി നമുക്ക് പഠിക്കാൻ കഴിയും, സൃഷ്ടാവ് ഉണ്ട്, അള്ളാഹു ഉണ്ട് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ, സൃഷ്ടാവ് ഉണ്ട് എന്ന് പറയാൻ ഒരു പ്രവാചകനെയും അള്ളാഹു നിയോഗിച്ചിട്ടുമില്ല. കാരണം ഓരോ മനുഷ്യന്റെയും നൈസർഗികമായ അവന്റെ ജന്മന അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഏതോ ഒരു അദൃശ്യ ശക്തിയോടുള്ള വിധേയത്വമുണ്ട്. ഓരോ മനുഷ്യന്റെയും നൈസർഗികമായ ഒരു തിരിച്ചറിവാണ് തന്റെ നിസ്സഹായാവസ്ഥയിലാണെങ്കിൽ പോലും തനിക്ക് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും കഴിയുന്ന ഒരു ദൈവസങ്കല്പം ഉണ്ടായേ മതിയാവും. അപ്പോൾ പിന്നെ പ്രവാചകന്മാരാരും ദൈവമുണ്ട് എന്ന് പറയേണ്ടി വന്നിട്ടില്ല. പിന്നെ എന്തായിരുന്നു പ്രവാചകന്മാർ പറഞ്ഞത്? അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഒന്നടങ്കം പറഞ്ഞ വസ്തുത അള്ളാഹു അല്ലെങ്കിൽ സൃഷ്ടാവ്, ദൈവം, പരിപാലകൻ, സംരക്ഷകൻ ഏകനാണ് എന്ന വർത്തമാനമാണ്. ഒന്നിലധികം ദൈവങ്ങളിലേക്ക് വിഭജിച്ചു പോകുന്ന ആരാധനാകർമ്മങ്ങളല്ല, ഒന്നിലധികം ദൈവസങ്കല്പങ്ങളിലേക്ക് മാറ്റി എണ്ണിപ്പെറുക്കി വീതം വെച്ച് നടപടി എടുത്തു കൊടുക്കേണ്ട ഒന്നല്ല മനുഷ്യന്റെ ജീവിതം. അത് ഏകനായ അള്ളാഹുവിലേക്ക്, ഏകനായ സൃഷ്ടാവിലേക്ക്, ഏകനായ ദൈവത്തിലേക്ക് മാത്രം തിരിച്ചു വെക്കാനുള്ളതാണ്. ഇതായിരുന്നു അടിസ്ഥാനപരമായി മുഴുവൻ പ്രവാചകന്മാരും. വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ അനിഅബ്ദുല്ലാഹ വജ്തനിബു താഗൂത്ത്. ഒറ്റ വാചകം അങ്ങനെയാണ്. ആ വാചകമാകട്ടെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ഗൗരവപ്പെട്ട വാചകവുമാണ്. എന്തിനായിരുന്നു അള്ളാഹു കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ നിയോഗിച്ചത്? ആ പ്രവാചകന്മാരൊക്കെ സമൂഹത്തിൽ നിന്ന് കല്ലേറുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്, ആ പ്രവാചകന്മാരുടെ അനുയായികൾ കിരാതമായ മർദ്ദനങ്ങൾക്കിരയാകേണ്ടി വന്നത്, കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാകേണ്ടി വന്നത്, എല്ലാത്തിൻ്റെയും ഉത്തരം അനിഅബ്ദുല്ലാഹ വജ്തനിബു താഗൂത്ത്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, അള്ളാഹു അല്ലാത്ത ശക്തികളെ വെടിയണം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. ഇനി ആ ഒരു വർത്തമാനം അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പറഞ്ഞതുകൊണ്ട് മനുഷ്യരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നന്മയുടെ വെളിച്ചം മനുഷ്യ ജീവിതത്തിൽ പകർന്നു വന്നിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഏറ്റവും ഭംഗിയുള്ള ഒരു ചരിത്രം നമ്മൾ പറയും. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുൻപ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നതിന്റെ തൊട്ടു മുൻപ്, അപ്പോഴാണല്ലോ അള്ളാഹുവിന്റെ റസൂലാകുന്നത്. അതുവരെ മുഹമ്മദ് ആട്ടിടയനാണ്, കച്ചവടക്കാരനാണ്. സിദ്ദീഖുൽ അക്ബർ, അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ കഅബ എന്നാണ്. കഅബയുടെ അടിമ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ആ പേരുള്ള മനുഷ്യൻ ഒരു കച്ചവട സംഘത്തോടൊപ്പം യാത്ര തിരിച്ച് വിദൂരമായ നാട്ടിലെ ഒരു ജ്യോത്സ്യന്റെ മുന്നിൽ പോയി കൊച്ചുകുട്ടിയെ പോലെ ഇരിക്കുന്നുണ്ട് ചരിത്രത്തിൽ. ആ ജ്യോത്സ്യൻ ചോദിച്ചു, നീ എന്തിനാണ് വന്നത്? അപ്പൊ അബ്ദുൽ കഅബ പറയുന്ന മറുപടി, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, എനിക്ക് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്നറിയണം. എന്താണ് നീ കണ്ട സ്വപ്നം? 14 രാവിലെ പൂർണ്ണചന്ദ്രനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു. ആ 14 രാവിലെ പൂർണ്ണചന്ദ്രൻ ആകാശത്ത് നിന്ന് താഴേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന 14 രാവിലെ പൂർണ്ണചന്ദ്രൻ പരിശുദ്ധ കഅബാലയത്തിന്റെ മുകളിൽ വെച്ച് ചിതറി കൊച്ചു കഷ്ണങ്ങളായി മക്കയിലെ കുറെ കുടുംബങ്ങളിൽ ചെന്ന് പതിച്ചിരിക്കുന്നു.
ആ കുടുംബങ്ങളിൽ ഞാൻ പ്രകാശം കണ്ടു. ജോത്സ്യന്റെ മുഖത്ത് 14-ാം രാവിലെ പൂർണ്ണചന്ദ്രന്റെ ചിരിവിടർന്ന നിമിഷമാണത്. അബ്ദുൽ കഅബയുടെ ഉള്ളിൽ കിടന്നിങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുന്ന താൻ കണ്ട സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം തേടി വന്നപ്പോ ഇന്നതാണ് ഞാൻ കണ്ട സ്വപ്നമെന്ന് പറയുമ്പോൾ ജോത്സ്യന്റെ മുഖത്ത് 14-ാം രാവിലെ ചന്ദ്രൻ ഇങ്ങനെ പ്രശോഭിതമാകും. അദ്ദേഹം വളരെ ശാന്തമായി പറഞ്ഞു, താങ്കൾ പുറപ്പെട്ടിട്ടുള്ളത് നല്ല ഒരു നാട്ടിൽ നിന്നാണ്. താങ്കളുടെ നാട്ടിലേക്ക് ഒരു പ്രവാചകൻ വരാൻ പോകുന്നു. ആ പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ കുറേയധികം ആളുകൾ മാനസാന്തരപ്പെട്ട് നന്മയുടെ വഴിയെ സഞ്ചരിക്കും. ആ കുടുംബങ്ങളെല്ലാം പ്രഭാപൂരിതമാകും, പ്രകാശം ചൊരിയും. താങ്കൾ കണ്ട സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം അതാണ്. അബ്ദുൽ കഅബക്ക് സംശയമുണ്ടായിരുന്നില്ല, എന്റെ നാട്ടിലാണ് ഒരു പ്രവാചകൻ വരുന്നതെങ്കിൽ അതിന്റെ യോഗ്യത ജനങ്ങൾ ഒന്നടങ്കം അൽ അമീൻ എന്ന് വിളിക്കുന്ന മുഹമ്മദിനെ പറ്റൂ, അല്ലാത്തൊരാൾക്കില്ല. അതായിരുന്നു യാഥാർത്ഥ്യം. ആ ചരിത്രം വിശദമാണ്, വളരെ വൈകാരികമായി പറയാവുന്ന ചില സംഗതികളുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ സുദീർഘമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ കടന്നു വന്ന് ജനങ്ങളുടെ ജീവിതത്തിലെ ജാഹിലിയത്തിന്റെ ഇരുട്ടുകളെ വകഞ്ഞു മാറ്റിയപ്പോൾ ഈ പൂർണ്ണചന്ദ്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വീടുകളിലെ ഇരുട്ട് മാറിയെന്ന് അബൂബക്കറായി മാറിയ അബ്ദുൽ കഅബ കണ്ട സ്വപ്നം പോലെ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. അവരുടെ ജീവിതത്തിൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നന്മയുടെയും മൂല്യത്തിന്റെയും ധാർമ്മികതയുടെയും വെളിച്ചമുണ്ടായി. ഇത് എല്ലാ പ്രവാചകന്മാരുടെയും അനുയായികളിൽ സംഭവിച്ചിട്ടുണ്ട്. അവരിലെ തന്നിഷ്ടക്കാരായ ആളുകൾ തന്റെ ഇഷ്ടത്തെക്കാൾ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൽപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവരിലെ ബന്ധങ്ങൾക്കും മൂല്യങ്ങൾക്കും വില കൽപ്പിക്കാത്ത ആളുകൾ ആകാശത്തുള്ളവനിൽ നിന്ന് മുഖറബായ സയ്യിദുൽ മലായിക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലേക്ക് പഠിപ്പിക്കപ്പെട്ട മൂല്യങ്ങളെ കൈവെള്ളയിൽ കാത്തുവെക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഏതു വിധേനയും സമ്പാദിക്കാമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകൾ പലിശയോ പിടിച്ചുപറിയോ ഏതു വിധേനയും സമ്പാദിക്കാമെന്ന സാമ്പത്തിക മേഖലയെ അങ്ങേയറ്റം മലീമസമാക്കിയിരുന്ന ആളുകൾ സാമ്പത്തിക വിശുദ്ധിയുടെ ധാർമ്മിക പാഠങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആരംഭിച്ചിരിക്കുന്നു. പെണ്ണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദൗർബല്യമായി കൊണ്ടു നടന്നിരുന്ന ആളുകൾ ലൈംഗിക വിശുദ്ധിയുടെ ഏറ്റവും മൂർത്തമായ തലങ്ങളിലേക്ക് വികാസം പ്രാപിക്കും. ഒരുപാട് നന്മകൾ വ്യക്തിജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, രാഷ്ട്ര സംവിധാനങ്ങളിൽ, സാംസ്കാരിക മേഖലകളിൽ, കച്ചവടത്തിൽ, ഇടപാടുകളിൽ, വർത്തമാനത്തിൽ ഇങ്ങനെ പരിലസിക്കാൻ തുടങ്ങിയ നല്ല ഒരു മനുഷ്യ സമൂഹമാണ് എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിച്ച അനുയായികൾ എന്നത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാം. ഇതാണ് ഇസ്ലാമിന്റെ സവിശേഷത. മറുഭാഗത്ത് ജാഹിലിയത്തുണ്ടാകും. ജാഹിലിയത്തിൽ ഒരുപാട് കെട്ടുകാഴ്ചകളുണ്ടാകും. ജാഹിലിയത്തുകളിൽ നമ്മെ അഭിരമിപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വൈകാരികമായി നമ്മെ ഇളക്കിമറിക്കാൻ പോകുന്ന സ്വപ്നങ്ങളുടെയൊക്കെ ഒരുപാട് വേലിയേറ്റങ്ങൾ ഉണ്ടാകും. ജാഹിലിയത്തിൽ നമ്മെ ഇങ്ങനെ ആകർഷിക്കുന്ന സാമ്പത്തികമായ മേൽക്കോയ്മയുടെ സ്വപ്നങ്ങൾ ഉണ്ടാകും. മറുഭാഗത്ത് ഇസ്ലാമാകട്ടെ ഞെരുങ്ങി പ്രയാസപ്പെട്ട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഹൃദയം കൊണ്ട് അനുഭവിക്കുന്ന ഏറ്റവും സുന്ദരമായ തുമഅനീനത്ത് അഥവാ ശാന്തത കൊണ്ടവൻ സൗന്ദര്യവാനായി മാറും. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെയും ജാഹിലിയത്തിന്റെയും രണ്ട് പുറങ്ങൾ എന്ന് പറയുന്നത്. ഈ ഇസ്ലാമുമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ കാലഘട്ടം, അല്ലെങ്കിൽ ലോകത്ത് നാളിതുവരെയുള്ള ഓരോ കാലവും പരിശോധിച്ചു നോക്കിയാൽ ജാഹിലിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വിരുദ്ധത വളർത്താൻ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അടിസ്ഥാനപരമായി 3 കാരണങ്ങൾ
ഇസ്ലാമിനെ ശത്രുപക്ഷത്തേക്ക് മാറ്റി നിർത്താൻ എല്ലാ കാലഘട്ടത്തിലും ജാഹിലിയ്യത്തിനെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ആ 3 കാരണങ്ങളെ വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ചരിത്രങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വിലയിരുത്തിയാൽ ഏറ്റവും ആദ്യത്തെ മർമ്മപ്രധാനമായ ഒന്നാമത്തെ സംഗതി, നന്മയും മൂല്യവും കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ കഴിയാത്ത എല്ലാ മനുഷ്യനിർമ്മിത വ്യവസ്ഥിതികൾക്കും തങ്ങളുടെ മറുഭാഗത്തൊരു ശത്രുവിനെ പ്രതിഷ്ഠിച്ചേ മതിയാകൂ. കാരണം തങ്ങളുടെ മൂല്യങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതാ നിങ്ങൾ ഇവിടേക്ക് വരൂ, ഇത് നന്മയാണ്, ഇത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമാണ് എന്ന് സ്വന്തത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ പിടിച്ചു നിർത്താൻ കഴിയാതെ വരുമ്പോൾ, സ്വന്തം അനുയായികളെ കൂടെ നിർത്താൻ കഴിയാതെ വരുമ്പോൾ ഒരു മുഖ്യ ശത്രുവിനെ മുന്നിൽ സ്ഥാപിച്ചെടുക്കേണ്ടി വരും. ആ ശത്രു ജാഹിലിയത്തിന്റെ മറുഭാഗത്ത് എന്നും ഇസ്ലാമേ ആയിട്ടുള്ളൂ. കാരണം ഇസ്ലാമിനെതിരെ ആർക്കും എന്തും വിളിച്ചു പറയാം. ഏത് കാലഘട്ടത്തിലും ഏറ്റവും മൂല്യവത്തായ ഒരു മാർക്കറ്റിൽ, അങ്ങാടിയിൽ ഏറ്റവും മൂല്യവത്തായ ഒരു കമ്മ്യൂണിറ്റിയാണ് ഇസ്ലാം എന്നത്. മുസ്ലിം സമൂഹമാകട്ടെ നമുക്കറിയാം, ഏത് വിധേന ആരെല്ലാം ആക്രമിച്ചാലും ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ട് പ്രതിരോധിക്കാൻ ശീലിച്ചവരാണ്. സഹനത്തിന്റെയും സ്വബറിന്റെയും ക്ഷമയുടെയും യുദ്ധഭൂമികളിൽ പോലും നന്മയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചവരാണ് ഇസ്ലാമിക സമൂഹം. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തെ വേണമെങ്കിൽ വിമർശിക്കാം, ഇസ്ലാമിനെ ഏത് രീതിയിൽ വേണമെങ്കിലും കയ്യേറ്റം ചെയ്യാം. പക്ഷേ തങ്ങളുടെ ഭാഗം സേഫായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നത് ഈ വിഭാഗം തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് തങ്ങളുടെ മുന്നിലെ ഒരു ശത്രുവിനെ ലൈവാക്കി നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ചിലപ്പോ ലവ് ജിഹാദുമായിട്ട് വരും. ലവ് ജിഹാദിന്റെ തെളിച്ചമൊന്ന് മങ്ങിക്കഴിഞ്ഞാൽ നാർക്കോട്ടിക് ജിഹാദ് എടുത്ത് ഉദ്ധരിക്കും. അതിന്റെ വെളിച്ചമൊന്ന് മങ്ങിക്കഴിഞ്ഞാൽ, അതിങ്ങനെ സമൂഹത്തിൽ കറങ്ങി അതൊന്ന് മങ്ങിക്കഴിഞ്ഞാൽ കാഫിർ വിവാദവുമായിട്ട് വരും. വിശദീകരിക്കേണ്ടതില്ലല്ലോ. അതൊന്ന് മങ്ങിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ വഖഫ് ബോർഡുമായിട്ട് വരും. ഇങ്ങനെ ഏത് സാഹചര്യത്തിലും ഇസ്ലാം വിരുദ്ധത ലൈവാക്കി ഇങ്ങനെ നിലനിർത്തി, എല്ലാം കൂടി എന്ന് ഞാൻ പറയുന്നില്ല. ഇത് തങ്ങളിലെ മൂല്യങ്ങൾ കൊണ്ട് നന്മയെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല എന്ന് ഉറച്ചു ബോധ്യമുള്ള ജാഹിലിയത്ത് എല്ലാ കാലവും ഇസ്ലാമിനെതിരെ സ്വീകരിച്ചതാണ്. രണ്ടാമത്തേത്, തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമെന്നുള്ള ഭീതി കൊണ്ട് പലപ്പോഴും എന്നല്ല, അങ്ങനെ ഇസ്ലാമിനെ ഭയപ്പെട്ട ചരിത്രം ലോകത്തുണ്ട്. നമ്രൂദിന്റെ ഭീതി പോലെ, ഫിർഔനിന്റെ ഭീതി പോലെ ഒരുപാട് നമ്രൂദുമാർ എല്ലാ കാലഘട്ടത്തിലും എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാ കാലഘട്ടത്തിലും ഒരുപാട് നമ്രൂദുമാർ തീക്കുണ്ടാരമൊരുക്കി ഇബ്രാഹിമുമാരെയും ഇസ്മായിലുമാരെയും ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. തങ്ങളുടെ നിലനിൽപ്പ്, തങ്ങളുടെ അധികാരം കൈവെള്ളയിൽ നിന്ന് ചോർന്നു പോകുമെന്ന ഭയം അവരെ ഉറക്കം കെടുത്തി കളഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ സംഗതി, വിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, നിങ്ങൾ മുസ്ലിം സമൂഹം ഏതെല്ലാം അർത്ഥത്തിൽ ഉയർന്നു നിന്നാലും നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ സാമൂഹ്യ ഇടപെടലുകൾ, നിങ്ങളുടെ സാമ്പത്തിക സമാഹരണങ്ങൾ എല്ലാം നിങ്ങൾ പരിശോധിച്ചോളൂ, നിങ്ങളാണ് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത്. പക്ഷേ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ, നിങ്ങളെക്കുറിച്ച് വിരുദ്ധതകളെ സമൂഹത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും ഒടുവിലെ വയനാട് സംഭവവുമായി ബന്ധപ്പെട്ട് നോക്കൂ. കേരളത്തിൽ സാമ്പത്തിക സമാഹരണം നടത്തിയതിലെ ഏറ്റവും ഏറിയ പങ്ക്, മെജോറിറ്റി എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെതാണ്. മുസ്ലിം സമൂഹം അവരുടെ പള്ളികളിൽ കളക്ഷൻ നടത്തിയിരിക്കുന്നു. മദ്രസയിൽ വരുന്ന കൊച്ചുമക്കളെ കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കേണ്ട പാഠങ്ങൾ പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഉദാഹരണമായി കൊണ്ട് അവരുടെ കുടുക്കകൾ പൊട്ടിച്ച്
സാമ്പത്തിക സമാഹരണം നടത്തിയിരിക്കുന്നു. ചെറുതും വലുതുമായ ഓരോ സംഘങ്ങളും സംഘടനകളും കൂട്ടായ്മകളും കുടുംബ കൂട്ടായ്മകളും ഏതെല്ലാം മാർഗങ്ങളിലുള്ള സാമ്പത്തിക സമാഹരണങ്ങൾ നടത്തിയിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിലെ മറ്റ് മത സമൂഹങ്ങളെ കുറിച്ച് ഞാൻ വിമർശിക്കാൻ വേണ്ടി ഉന്നയിക്കുകയല്ല. അങ്ങനെ ഒരു സങ്കല്പം ഇല്ലാത്തതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം കൊടുത്തതേ ബാക്കിയുള്ളൂ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഇരട്ടിക്കിരട്ടിയായി കിട്ടുമെന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് നാം ചിലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ ചിലവഴിച്ചോളൂ. നമ്മൾ എത്ര ചിലവഴിച്ചാലും, നമ്മൾ എത്ര നന്മയുമായി ഇറങ്ങിച്ചെന്നാലും ഈ സമൂഹം പിന്നെയും നമുക്ക് നേരെ കല്ലെറിയും. മാങ്ങയുള്ള വൃക്ഷത്തിലെ, മാമ്പഴമുള്ള വൃക്ഷത്തിലെ കുട്ടികൾ കല്ലെറിയൂ എന്ന് പറഞ്ഞതുപോലെ നമുക്കെതിരെ വിമർശനത്തിന്റെ കൂരമ്പുകൾ ഇങ്ങനെ തിരമാലകൾ പോലെ ഒന്നിനു പിറകെ മറ്റൊന്നായി അവസാനിക്കാത്ത വിധം വന്നുകൊണ്ടേയിരിക്കും. വിശുദ്ധ ഖുർആൻ, പ്രിയമുള്ളവരെ, ഞാൻ ഓതിവെച്ച സൂക്തം സൂറത്തുൽ ബഖറയിലെ 109, 110 ആയത്തുകളാണ്. വലിയ ഒരു യാഥാർത്ഥ്യം ഏത് കാലഘട്ടത്തിലെയും മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന ഈ 3 മേഖലകളെയും കണ്ണുചേർക്കാം. തങ്ങളുടെ മൂല്യങ്ങൾ കൊണ്ട് നിലനിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ശത്രുപക്ഷത്ത് ഇസ്ലാമിനെ സ്ഥാപിച്ചെടുക്കൽ 1, അധികാരം തങ്ങളുടെ കൈവെള്ളയിൽ നിന്ന് ചോർന്നു പോകുമെന്നുള്ള ഭീതി കൊണ്ട് ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന 2, അസൂയയുടെ വിത്തുകൾ വിതക്കപ്പെട്ടതിലൂടെ, വിദ്വേഷത്തിന്റെയും അസൂയയുടെയും ഒക്കെ വിത്തുകൾ ഉള്ളിന്റെ ഉള്ളിൽ വിതക്കപ്പെട്ടത് അവരറിയാതെ മുളച്ചു പൊന്തിയതിലൂടെ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. വിശുദ്ധ ഖുർആൻ പറയുന്നു, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരായ ആളുകൾ, ജൂത ക്രൈസ്തവ സമൂഹത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ആ വർത്തമാനം പറയുന്നത്. വേദക്കാരായ ആളുകൾ, അവരിൽ അധികം ആളുകളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ കൊതി എന്ന് പറയുന്നത് ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറ, നിങ്ങൾ നിങ്ങളുടെ ഈമാനിൽ നിന്ന് നിഷേധത്തിലേക്ക് മാറിപ്പോണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈമാൻ ദുർബലമാകണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈമാൻ ചോർന്നു പോകണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, അവരുടെ നഫ്സിൽ, അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന, അവരുപോലും അറിയാതെ മുളപൊട്ടി വടവൃക്ഷമായി മാറിയ അസൂയ കൊണ്ടാണ് ഈ സംഭവം. എന്താണ് അടിസ്ഥാനപരമായ കാരണം? ഇസ്ലാം വിരുദ്ധത ഇങ്ങനെ വ്യാപകമായി തിടം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നു, അടിസ്ഥാനപരമായ അതിന്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവരറിയാതെ മുളച്ചു പൊന്തി കാട് പിടിച്ചുപോയ വടവൃക്ഷമായി മാറിയ അസൂയയുടെ പേരിലാണ്. നിങ്ങളോട് അവർക്ക് അസൂയയുണ്ട്. ഇസ്ലാമിക സമൂഹത്തിന്റെ മൂല്യങ്ങളോട് അവർക്ക് അസൂയയുണ്ട്. ഇസ്ലാമിക സമൂഹത്തിന്റെ നന്മകളോട് അവർക്ക് അസൂയയുണ്ട്. ഇസ്ലാമിക സമൂഹത്തിന്റെ സ്നേഹത്തോടും ഐക്യത്തോടും സാഹോദര്യത്തോടും അവർക്ക് അസൂയയുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹഖ്, എല്ലാ യാഥാർത്ഥ്യവും അവർക്ക് അറിവുണ്ടായിരിക്കെ, അവർക്ക് ബോധ്യപ്പെട്ടിരിക്കെ തന്നെയാണ് ഈ അസൂയയുടെ പേരിൽ അവർ നിങ്ങളെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കെതിരെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫഅഫു വസ്ഫഹു ഹത്താ യഅതി അല്ലാഹു ബി അംരി, അവരോട് നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട്, അതെത്ര വലിയ ശക്തിയായിക്കോട്ടെ, എത്ര വലിയ കൂട്ടമായിക്കോട്ടെ, എത്ര വലിയ ആത്മബന്ധമുള്ളവരുമായിക്കോട്ടെ, അവരോട് നിങ്ങൾ സ്വീകരിക്കേണ്ട സമീപനം ഫഅഫു വസ്ഫഹു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, നിങ്ങൾ പുറത്തു കൊടുക്കണം. കാരണം നിങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് അഹ്സൻ എന്നുള്ളതാണ്, ഏറ്റവും നല്ലതുകൊണ്ട് പ്രതിരോധിക്കലാണ്. അങ്ങനെ പ്രതിരോധിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൽ ഹമീം, നിങ്ങൾക്കെതിരെ ഈ കരുനീക്കങ്ങളൊക്കെയും നടത്തിക്കൊണ്ടിരുന്ന, നിങ്ങളെ വല്ലാതെ പുച്ഛിച്ചിരുന്ന, ആക്ഷേപിച്ചിരുന്ന, നിങ്ങൾക്കെതിരെ എല്ലാ അർത്ഥത്തിലും പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഈ ഏറ്റവും വലിയ ശത്രുതയിലുണ്ടായിരുന്ന ആളുകൾ പോലും കഅന്നഹു വലിയുൽ ഹമീം, നല്ല സ്നേഹത്തോടുകൂടി നിങ്ങളോട് ഇടപഴകുന്ന നിങ്ങളുടെ ആത്മമിത്രങ്ങളായി മാറും. അതതിന്റെ അനന്തര ഫലമാണ്.
അഥവാ നമ്മുടെ ആദ്യത്തെ നിലപാടാണ്. എങ്ങനെ? ഏറ്റവും നല്ലതുകൊണ്ട് പ്രതിരോധിക്കാൻ ഫഅഫു വസ്ഫഹു, മറക്കണം എന്നല്ല, ഡോണ്ട് ഫോർഗെറ്റ് എന്നാണ്, ബട്ട് ഫോർഗിവ്. മറക്കരുത്, പക്ഷേ വിട്ടുവീഴ്ച ചെയ്യണം. ഇതുപോലെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച വഹ്ഷി ഇസ്ലാം സ്വീകരിച്ചല്ലോ. ഹംസ റളിയല്ലാഹുവിനെ വധിച്ച വഹ്ഷി ഇസ്ലാം സ്വീകരിച്ച് കടന്നു വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കണ്ട, വഹ്ഷി ഇസ്ലാമൊക്കെ സ്വീകരിച്ചു, പക്ഷെ നീ എന്റെ വശങ്ങളിൽ ഇരുന്നാൽ മതിയോ, എന്റെ മുന്നിലേക്ക് വരണ്ട. കാരണം എനിക്ക് ഹംസയെ മറക്കാൻ കഴിയില്ല. ഹംസയെ നീ വധിച്ചു എന്നത് എനിക്ക് പൊറുക്കാൻ കഴിയും, പക്ഷെ മറവിയിലേക്ക് തള്ളിവിടാൻ എനിക്ക് കഴിയില്ല. അതാണ് ഡോണ്ട് ഫോർഗെറ്റ് ബട്ട് ഫോർഗിവ്. നിങ്ങൾ മറക്കരുത്. ഇസ്ലാമിക സമൂഹം ചരിത്രത്തിന്റെ പാഠങ്ങളെ മറക്കരുത്. ഒരു മാളത്തിൽ നിന്ന് 2 തവണ കടിയേൽക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ വർത്തമാനത്തിന്റെ മറ്റൊരു തലമാണ്. അപ്പൊ നിങ്ങൾ ഏറ്റവും നല്ലതുകൊണ്ട് പ്രതിരോധിക്കുക. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന നിലപാട്, നിങ്ങളുടെ ചില തിരിച്ചറിവുകൾ, എന്തുകൊണ്ട് നിങ്ങൾ വിമർശിക്കപ്പെടുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ആക്ഷേപിച്ചു. ചില സഹോദരങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് ഞാൻ യഥാർത്ഥത്തിൽ ഈ ഖുതുബയുടെ തലക്കെട്ട്. നമ്മുടെ കാലവും നമ്മുടെ ലോകവും ഇങ്ങനെ ആയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ലോകവും നമ്മുടെ കാലവും ഇങ്ങനെയായാൽ ഉസ്താദെ നമ്മൾ എന്ത് ചെയ്യും? സ്വകാര്യമായ വർത്തമാനത്തിലെ ചില ചോദ്യങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യുമെന്നത് നമ്മൾ തീരുമാനിക്കേണ്ട, അള്ളാഹ് തീരുമാനിച്ചു. നമ്മൾ എന്ത് നിലപാടെടുക്കണമെന്ന് അള്ളാഹ് തീരുമാനിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പഠിപ്പിച്ചു തരണം. എങ്ങനെ? നിങ്ങൾ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തേക്കുക, നിങ്ങൾ പുറത്തു കൊടുത്തേക്കുക, നിങ്ങൾ മറക്കണമെന്നൊന്നും എവിടെയും നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ ഏറ്റവും നല്ലതുകൊണ്ടുള്ള പ്രതിരോധം നിങ്ങൾ ഒരുക്കണം. രണ്ടാമത്തെ നിലപാട്, അതേ സൂത്രത്തിന്റെ തുടർച്ചയിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത്. നിങ്ങളുടെ ഈ ജീവിതം കേവലം വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ് ജീവിക്കാനുള്ളതല്ലല്ലോ, അത് നിങ്ങളുടെ ജീവിതത്തിലൂടെ തെളിഞ്ഞു വരേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ മൂല്യങ്ങളിൽ നിന്ന് പ്രസരിക്കുന്ന വെളിച്ചത്തിലൂടെ ആ ഇരുട്ടുകളൊക്കെ വഴിമാറിപ്പോകാനുള്ളതാണ്. അത് നമ്മളിങ്ങനെ പറഞ്ഞു പിന്നാലെ കൂടാനുള്ള ഒരു സംഗതിയല്ല. ആ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിലോ വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത്, നിങ്ങൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകൾ നിങ്ങൾ കൊടുത്തേ മതിയാകും. അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ നിങ്ങൾ വകവെച്ചു കൊടുക്കണം. ആകാശത്തുള്ളവന്റെ അവകാശങ്ങൾ നിങ്ങൾ വകവെച്ചു കൊടുക്കുക. പിന്നെയോ വആതുസ് സകാത്ത്, ഭൂമിയിലുള്ളവരുടെ അവകാശം വകവെച്ചു കൊടുക്കണം. നിങ്ങളുടെ മാതാപിതാക്കളോട്, ഇണകളോട്, മക്കളോട്, സഹോദരങ്ങളോട്, ബന്ധുക്കളോട്, അയൽവാസികളോട്, സുഹൃത്തുക്കളോട്, നിങ്ങളുമായി സഹവസിക്കുന്ന നിങ്ങളുടെ സഹകാരികളായ, നിങ്ങളുടെ ഇടപാടുകളിൽ പങ്കാളികളായ എത്രയോ ആളുകളോട്, എല്ലാവരോടുമുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം. ഓരോരുത്തരോടുമുള്ള അവകാശം. അപ്പൊ ആകാശത്തുള്ളവന്റെ അവകാശവും ഭൂമിയിലുള്ളവരുടെ അവകാശവും നിങ്ങൾ വകവെച്ചു കഴിഞ്ഞാൽ ഈ എതിർപ്പുകളുടെയും വിയോജിപ്പുകളുടെയും പരീക്ഷണങ്ങളുടെയും ഒക്കെ നേരെ നിങ്ങൾ വിട്ടുവീഴ്ചയുടെയും സഹനത്തിന്റെയും ഒരു സമീപനം നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ വർത്തമാനം ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹുവിന്റെ ഒരു കൽപ്പന വരും, അള്ളാഹുവിന്റെ തീരുമാനം, അതുവരെ നിങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന നന്മ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാഹ്. നിങ്ങൾ ചെയ്യുന്ന നന്മകളുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിലെ മൂല്യങ്ങൾ, നിങ്ങൾ ഉയർത്തിപ്പിടിച്ച ധാർമ്മിക നിലവാരമുള്ള നിങ്ങളുടെ ജീവിതം, ആ ജീവിതം നിങ്ങൾക്ക് എവിടെ കാണാം? തജിദൂഹു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് അത് തിരികെ ലഭിക്കും. അതിന്റെ നന്മകൾ, അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അഥവാ ഞാൻ സൂചിപ്പിച്ചത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം. ഏത് കാലഘട്ടത്തിലെയും മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ആക്ഷേപങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ അഭിമുഖീകരിക്കും. ആ സന്ദർഭത്തിൽ വളരെ നിസ്സഹായമായി ചിലരെങ്കിലും ചോദിച്ചു പോകുന്ന ആ ഒരു ചോദ്യം, ഇങ്ങനെയായാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന ആ ചോദ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി നൽകുന്ന മറുപടിയാണ് ഫഅഫു വസ്ഫഹു വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത്. ഇദ്ഫഉ ബില്ലതി ഹിയ, നിങ്ങൾ ഏറ്റവും നല്ലതുകൊണ്ട് പ്രതിരോധിച്ചു. നിങ്ങളുടെ മുമ്പിൽ വഴികൾ തുറന്നു കിട്ടും.
നിങ്ങളുടെ മുമ്പിൽ മൂല്യങ്ങളുടെ വാതിലുകൾ അല്ലാഹു തുറന്നു തരും. നിങ്ങളുടെ മുമ്പിൽ വിജയത്തിന്റെ വാതിലുകൾ അല്ലാഹു തുറന്നു തരും. ഇതാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്ന നിലപാട് എന്ന ഒരു സാമൂഹ്യ പാഠമാണ് ഈ ഖുതുബയിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തുണക്കുമാറാകട്ടെ. പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും പരീക്ഷണങ്ങളെയും എല്ലാം തരണം ചെയ്യാൻ, അതിനെല്ലാം മറികടക്കാൻ വിജയികളായി മാറാനുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമായ തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.